ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. ഇന്നൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു ട്രാവൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കേഷനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഒരുങ്ങാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ഗ്ലോവിങ് ആയിട്ടുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലെയേഴ്സിൻ്റെ ഈ ഒരു ടോണറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യും. അതുമാത്രമല്ല നല്ലൊരു ഗ്ലോവിങ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് തരും. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടാറ്റ്ഷയുടെ ഈ ഒരു ഡ്യൂവി മിൽക്ക് മോയ്സ്ചറൈസർ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ഇതാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണമൊന്നുമില്ല, എനിക്ക് ഒട്ടുമിക്ക പ്രോഡക്ട്സും എൻ്റെ സ്കിന്നിന് അത്ര സെറ്റ് ആവാറില്ല. കാരണം എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കി ഉപയോഗിക്കണം. ഇത് പക്ഷേ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്ന് തന്നെ നന്നായിട്ട് മാറി. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോയും ഇതും കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അതിൻ്റെ കൂടെ ഈ ഒരു ക്ലിനിക്കിൻ്റെ ഗ്ലോ സിറം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ അത്. ഇനി മേക്കപ്പിൻ്റെ ഒരു ബേസ് ആയിട്ട് ഞാൻ ഈ ഒരു മാക്കിൻ്റെ സ്ട്രോബ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹൈ പോയിന്റ്സിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫുൾ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വിടുക. അതിനുശേഷം മാത്രം അടുത്ത പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതാണ് ഹുദ ബ്യൂട്ടിയുടെ കളർ കറക്റ്റർ. നിങ്ങൾക്ക് കളർ കറക്ഷൻ്റെ ആവശ്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ടോട്ടലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാവുന്നതുമാണ്. സോ ബേസിക്കലി ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ കളർ എല്ലാം ഈവൻ ടോൺ ആക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ഷെയ്ഡ് മാംഗോ ആണ്. അപ്പോൾ നിങ്ങളും എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ആളാണെങ്കിൽ ഈ ഒരു കളർ പെർഫെക്റ്റ് ആയിരിക്കും. കളർ കറക്ഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് അത് അങ്ങനെ വിട്ടിട്ട് അതിൻ്റെ മേലെ കൺസീലർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് മോർഫിയുടെ ഒരു സെറ്റിംഗ് പൗഡറാണ്. അതെടുക്കുക, എന്നിട്ട് ഈ പൗഡർ പഫ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൽ വരും. അപ്പോൾ നമുക്കൊരു ഈവൻ ടോൺ ആയിട്ടുള്ള ബേസ് കിട്ടും. അതിന് മേലെ നമുക്ക് കൺസീലറും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ലാൻകോമിൻ്റെ ഈ ഒരു കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എവിടെയൊക്കെയാണ് കളർ കറക്റ്റർ യൂസ് ചെയ്തത് അവിടെ മാത്രമേ ഞാൻ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓൾ ഓവർ യുവർ ഫേസ് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടാപ്പിംഗ് മോഷനിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല കവറേജ് കിട്ടും. എസ്പെഷ്യലി നമ്മളുടെ അണ്ടർ ഐ അതുപോലെ ഐലിഡിലൊക്കെ നമുക്ക് കുറച്ച് കവറേജ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാതെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ടോട്ടലി ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാൻകോമിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അതിന് ഡോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് മാത്രം മതി, ഫുൾ ഫേസ് അത് കവർ ആയിക്കോളും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് മാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കവറേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരുമാതിരി കേക്കി ഫീല് കിട്ടും. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി കേക്കി ആയിട്ടിരിക്കുന്ന സ്കിൻ പോലെ ഇല്ല എന്ന് പറയുന്നതിന് ഒരു മെയിൻ റീസൺ ഇതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കഴുത്ത് വേറെ ഫേസ് വേറെ ആയി നിൽക്കും. ഇനി നമുക്ക് നല്ലൊരു ഹൈലൈറ്റിംഗ് കൺസീലറും കൂടെ യൂസ് ചെയ്യാം. ഇത് ടാർട്ടേഡ് ആണ് കേട്ടോ. കുറച്ച് മാത്രം മതി. ജസ്റ്റ് നമുക്ക് ആ ഒരു ഐ ഷാഡോയുടെ കളർ പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇന്ന് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോർഫിയുടെ ഈ പാലറ്റിൽ നിന്ന് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഈ ഒരു ബേബി പിങ്ക് ആണ് വരുന്നത്. ഈ ഒരു കളറാണ് ഞാൻ എൻ്റെ ഒരു ബേസ് കളറായിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കളർ നമുക്ക് ഒരു പിങ്ക് ടോൺ എടുക്കാം. ഒരു നല്ല ബ്രൈറ്റ് പിങ്ക് കേട്ടോ. അത് നമുക്ക് ഐലിഡിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ബ്ലെൻഡിങ് കിട്ടും. അടുത്തത് ഇതിലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ ഔട്ടർ കോർണറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഐ കോൺടോർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഒരു വിങ്ഡ് ലുക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇതിലെ ഒരു റെഡ് കളർ എടുത്ത് ഞാനിതിൻ്റെ ഐ ലൈനർ എഴുതി കൊടുക്കുന്ന പോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലാക്ക് കളർ എടുത്ത് അതിൻ്റെ ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒരു വിങ് മാത്രം സ്മോക്കി വിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലെൻഡിങ് കറക്റ്റ് ആവുകയാണെങ്കിൽ നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ഈ ഒരു പാലറ്റിലെ ഗോൾഡൻ കളർ ഷിമ്മറാണ് യൂസ് ചെയ്യുന്നത്. സെൻറ്റർ ടു ഇന്നർ കോർണർ വരെയാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് റെഡ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ലോവർ ലാഷ് ലൈനിൻ്റെ അവിടെയും കൂടെ കൊടുക്കുകയാണ്. ഐസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത കണ്ണൂടെ ഞാൻ ചെയ്തിട്ട് വരാം. ഇനി ഐലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലൂ കളറാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു പോപ്പ് ഓഫ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 ഷെയ്ഡ്സ് ഉണ്ട്, ഒന്ന് ഗ്രീൻ ഒന്ന് ബ്ലൂ. സോ ഇതാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. ഇത് നിക്സ് എന്നാണ് കേട്ടോ. ഇനി ഞാൻ ലാഷ് പ്രിൻസസിൽ ഈ ഒരു ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്ലാക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല അടിപൊളിയാണ് ഈ ഒരു ലൈനറിൽ. അതുകൊണ്ട് അത് യൂസ് ചെയ്ത് നല്ലൊരു വിങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫുൾ ഡേ ഒക്കെ ലാസ്റ്റ് ചെയ്യും അത്. അടുത്തത്
ഐബ്രോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ ഉള്ളിൽ പോയിട്ട് അതിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ നല്ല ഒരു ഡിഫൈൻഡ് ലുക്ക് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോ ജെല്ലോ അല്ലെങ്കിൽ ബ്രോ പ്രോഡക്റ്റോ അതിൽ സിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും വൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹെയർ ലൈക്ക് സ്ട്രോക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള കോമ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഐബ്രോ കോമ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിഫൈൻ ചെയ്തിട്ട് ഇതുപോലെ കോമ്പ് ചെയ്ത് വെക്കുക. അത് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തരും. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം വൈപ്പ് ചെയ്യാണ്ട് എന്തായാലും മറക്കണ്ട കേട്ടോ. ഈ ഐബ്രോസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. സോ അതാരും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മളുടെ ലാഷ് കോളർ അത് യൂസ് ചെയ്തിട്ട് ഒരു 10 ടൈംസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൂൾ വളരെ ചീപ്പാണ്. ഇത് കുറച്ചൊരു പ്രാക്ടീസ് വേണം. പക്ഷെ അത് വൺസ് നമ്മൾ ആ പ്രാക്ടീസ് കിട്ടിയാൽ അടിപൊളിയാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ മസ്കാരയാണ്. ഇതിൻ്റെ ഒരു കോട്ട് തന്നെ നന്നായിട്ട് നമ്മളുടെ ഐലാഷിനെ ഓപ്പൺ അപ്പ് ചെയ്യും. നിങ്ങളൊരു നല്ല മസ്കാര തിരയുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നിക്സിൻ്റെ കോണ്ടോർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സ്മൂത്താണ്, അതുപോലെ ഈസി ടു ബ്ലെൻഡ് ആണ്. സോ നിങ്ങളൊരു ബിഗിനറാണ്, കോണ്ടോറിങ്ങിനെ പറ്റിയൊന്നും അറിയില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. കാരണം ബ്ലെൻഡിങ് ഒക്കെ പെട്ടെന്ന് അത് അങ്ങനെ മെൽറ്റായി പോകും. കോണ്ടോറിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പും ബോണിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് പ്ലേസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട് കിട്ടും. കുറച്ച് പ്രാക്ടീസ് ആവശ്യമാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റെയർ ബ്യൂട്ടിയുടെ ഈ ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് ഹാപ്പി എന്നാണ്. ഇതിന് മുന്നേ ഞാൻ എൻകറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ ഒരു കളർ ടോൺ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പിങ്ക് ടോണാണ് ഇത് തരിക. ബട്ട് ഭയങ്കര സട്ടിലാണ്. എല്ലാ ഒരു സ്കിൻ ടോണിനും ഇത് മാച്ച് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഡ്യൂവി ആയിട്ടുള്ള നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഹൈലൈറ്ററൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. അത്ര അടിപൊളി പ്രോഡക്റ്റാണിത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഫ്രം മിൽക്ക്. സോ മിൽക്കിലെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ റീസെൻ്റ്ലി ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കണ്ടറിയാം, ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ഗോൾ എന്ന് പറയുന്നത് ഡ്യൂവിയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ലിപ് ബാം ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഈ 2 ലിപ്സ്റ്റിക്കും ഈ ലിപ് ലൈനറുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു പ്ലം ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ് ലൈനറാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നിക്സ് എന്നാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ലൈനറാണ്. ഓൾമോസ്റ്റ് എല്ലാ കളറിലേക്കും അത് സ്യൂട്ടാകും. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഈ ലിപ് ലൈനർ വരച്ചിട്ട് അങ്ങനെയും വിടരുത്, ബ്ലെൻഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അടുത്തത് ഈ മേബിലിൻ്റെ ടെഡി ടിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് എല്ലാ ബ്രൗൺ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കും നന്നായിട്ട് സ്യൂട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വരും. സോ ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റും ചെയ്യും. അടുത്തത് അനസ്താസിയ ബെവർലി ഹിൽസിലെ ഒരു റെഡ് കളർ ഒരു പൊമഗ്രാനൈറ്റ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ആ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടപ്പം ഈ ഒരു ലിപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോംബോ ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു മേക്കപ്പ് ലുക്ക് അധികം ഹെവിയും അല്ല, ബട്ട് അധികം സട്ടിലും അല്ല. അതുപോലെ ഒരു ഫുൾ ഡേ ലാസ്റ്റും ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഫോളോ ചെയ്യുക അലോങ് വിത്ത് എ ഗുഡ് സ്കിൻ കെയർ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലുക്ക് നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഒരു പിങ്ക് ടോണും പിന്നെ അതിൻ്റെ കൂടെ ഒരു കോട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഒരു ഫ്ലവറും കൂടെ വെച്ച് നോക്കിയിട്ടോ. പിന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് റിമൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ട്രാവൽ ഗെറ്റ് റെഡി വിത്ത് മീസ് ഞാൻ മുന്നേയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതിവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുക, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എന്തെങ്കിലും വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.